ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ 2-3 ദിവസമായിട്ട് വയനാടൻ ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലെ പൂക്കോട് തടാകത്തു നിന്നാണ് കുറേ മങ്കീസിനൊക്കെ കണ്ടത്. പിന്നെ നമ്മൾ ഒരു ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള മൂഡുണ്ടായില്ല. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം സായാഹ്നത്തിൽ ഇതാ ഒരു തേയിലത്തോട്ടത്തിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സിബ്ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സല്ലൂന് മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ സല്ലൂന് ഭയങ്കര വാശി. അപ്പോൾ എന്തായാലും അവൻ്റെ വാശിക്ക് മുന്നിൽ ഞങ്ങളൊക്കെ കീഴടങ്ങേണ്ടി വന്നു. അവനങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവനെങ്ങനെ എൻജോയ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നല്ല വെയിലും ഉള്ള സമയത്ത് ഞങ്ങളിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇതുപോലൊരു തണലത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ലാസ്റ്റ് ടൈം എല്ലാവരും കൂടെ ഒരു ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞാനൊരു കട്ട ആലോചനയിലാണ് കേട്ടോ, എന്നാണ് ഇപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വൈകുന്നേരം എന്നുള്ളത് രാത്രിയായി. എല്ലാവരും ഡാൻസും പാട്ടും എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ബസ്സിൽ ഓരോരുത്തർ വീഴ്ചയായി, കൂട്ടത്തോടെ വീഴ്ചയായി. സംഭവം നല്ല അടിപൊളിയായിരുന്നു. നമ്മളൊരിക്കലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത്. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഞങ്ങൾക്ക് പോകണമെന്ന് വല്ലാത്തൊരു മോഹമുണ്ട്. നടക്കുമെന്ന് വിചാരിക്കുന്നു. കാത്തിരിക്കാം അല്ലേ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം രാത്രി ഒരു 10-11 മണിയായി. എല്ലാവരും ക്ഷീണിച്ച് ഒരു വശമൊക്കെ ഉറക്കത്തിലായിട്ട് ഓരോരുത്തർ. ഞാനുണ്ടല്ലോ ഗൈസ്, രാവിലെ നമ്മളെ ബസ് ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 11:30 ഒക്കെ ആ നേരത്താണ് വീട്ടിലെത്തിയത്. അതുവരേക്കും ഒരു ഉറക്കക്ഷീണം പോലും ഇല്ലാതെ കട്ടക്ക് നല്ല എനർജിയോട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒച്ചപ്പാടും ബഹളമൊക്കെ അവസാനിച്ച് നമ്മുടെ ബസ് ശൂന്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാടൻ ഷോർട്സ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.